അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിസ്മില്ലാഹ്. അപ്പം 24-ാമത്തെ ആയത്ത് മുതൽ 147-ാമത്തെ ആയത്ത് വരെയുള്ള ഖിറാഅത്താണ് നമ്മൾ ഇവിടെ കേട്ടത് അല്ലേ. അപ്പം അതില് 24-ാമത്തെ ആയത്തില് തൊട്ട് മുമ്പത്തെ ആയത്തില് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരോട് നിങ്ങൾ ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ സഹോദരിമാർ, പിതാവിന്റെ സഹോദരിമാർ, മാതാവിന്റെ സഹോദരിമാർ, പിന്നെ നിങ്ങളുടെ സഹോദരി പുത്രിമാർ, സഹോദരന്റെ പുത്രിമാർ, പിന്നെ നിങ്ങൾ മുലയൂട്ടിയ പോറ്റമ്മമാരെയും വിവാഹം കഴിക്കരുത്. പിന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരെയും ഭാര്യമാരുടെ മാതാക്കൾ അല്ലെ, അങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന് തുടർച്ച എന്നോണം 24-ാമത്തെ ആയത്തില് ഭർത്തൃമതികളായ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇനി ആരെല്ലാം വിവാഹം കഴിക്കേണ്ടത്? ഇപ്പൊ ഇത്രയും ലിസ്റ്റ് പറഞ്ഞല്ലോ, അതിലില്ലാത്ത ബാക്കി സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. പിന്നെ അതുപോലെ ഇസ്ലാമില് വിവാഹ മൂല്യം നൽകണം അല്ലെ. പുരുഷനാണ് സ്ത്രീക്ക് മഹർ നൽകേണ്ടത്. ഇന്ന് ഇത്രയും മഹർ നിശ്ചയിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി വിട്ടുവീഴ്ച ചെയ്താൽ അതിൽ പ്രശ്നമൊന്നുമില്ല. വിട്ടുവീഴ്ച നിങ്ങൾക്ക് പറ്റൂല്ലേ. അടുത്തതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അന്യായമായിട്ട് നിങ്ങൾ ധനം നേടിയെടുത്ത് തിന്നരുതെന്ന് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ അല്ലെ. അതായത് അന്യായമായിട്ട് നിങ്ങൾ ധനം നേടിയെടുത്ത് തിന്നരുത് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കച്ചവടം മുതലായതിൽ അല്ലെ, കച്ചവടം ചെയ്യുന്ന അവസരത്തില് രണ്ടു കൂട്ടർക്കും തൃപ്തി വേണം. വിൽക്കുന്ന ആളാവട്ടെ വാങ്ങുന്ന ആളാവട്ടെ കൊള്ളലാഭം ഉദ്ദേശിച്ചുകൊണ്ട് വിൽക്കരുത്. അതുപോലെ വില കുറച്ച് സാധനം വാങ്ങരുത് അല്ലെ. രണ്ടു കൂട്ടർക്കും തൃപ്തി വേണം. കച്ചവടം ചെയ്യുന്ന ആള് കൊള്ളലാഭം പ്രതീക്ഷിച്ച് വിൽക്കുകയാണെങ്കിൽ അതില് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലല്ലേ, അള്ളാന്റെ കോപാണ് ഉണ്ടാവുക. അതുപോലെ നിങ്ങൾ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർക്ക് കടുത്ത ശിക്ഷയും കൂടി ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. പിന്നീട് റബ്ബിന്റെ ഔദാര്യം പറയാണ്. അതായത് നിങ്ങൾ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് പറ്റുന്ന ചെറിയ പാപങ്ങൾ അല്ലെ, ചെറിയ പാപങ്ങൾ അത് പുറത്തു തരിക തന്നെ ചെയ്യും. യുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ അല്ലെ. അപ്പം നമ്മളിൽ നിന്ന് വന്നു പോകുന്ന വൻ പാപങ്ങൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വീട്ടു നിന്നാൽ നമ്മളിൽ നിന്ന് പറ്റിപ്പോകുന്ന ചെറിയ പാപങ്ങൾ അത് റബ്ബ് എന്തായാലും പുറത്തു തരുമെന്ന് നമ്മളോട് പറയാണ് അല്ലെ. പിന്നെ അടുത്തതായിട്ട് പറയുന്ന വിഷയം, മറ്റുള്ളവരെ നോക്കി നിങ്ങൾ ഒരിക്കലും കൊതിക്കരുത്. അപ്പം മറ്റുള്ളവർക്ക് അവർക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ, അവരുടെ ധനം നോക്കി അല്ലെങ്കിൽ അവരുടെ വീട് നോക്കി കാറ് നോക്കി മറ്റുള്ളവരിലേക്ക് നോക്കി നിങ്ങൾ ഒരിക്കലും അസൂയപ്പെടരുത്. കാരണം റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഉപജീവനം വിശാലമാക്കും അല്ലെ. അപ്പം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. പിന്നെ അനന്തരാവകാശ വിഷയത്തിൽ ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, അതായത് അതിലൊരിക്കലും ഒരു ആലസ്യം പാടില്ല. ഒരാൾ മരണപ്പെട്ടാൽ അനർഹമായിട്ടത് അവർ കൈവശം അല്ലെ, അവരുടെ സ്വത്തുക്കൾ കൈവശം വെക്കാൻ പാടില്ല. അവകാശികൾക്ക് അത് വീതിച്ചു കൊടുക്കണം. വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് തന്നെ വരികയാണ്. അതായത് നമുക്കറിയാം പുരുഷനും സ്ത്രീക്കും അല്ലെ വിവാഹ ജീവിതത്തിൽ പങ്കുണ്ട്. ഓരോർക്കും വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് അല്ലെ. കുടുംബത്തിന്റെ നായകൻ എന്ന് പറയുന്നത് ആരാണ്? പുരുഷൻ തന്നെയാണ്. സ്ത്രീകളുടെ കൈകാര്യകർത്താവും പുരുഷനാണ്. കുടുംബം നോക്കേണ്ട ബാധ്യത അത് പുരുഷന് തന്നെയാണ്. കുടുംബത്തിന് ചെലവ് കൊണ്ടുവരേണ്ടതും ഒന്നാമത്തെ ബാധ്യത പുരുഷന് തന്നെയാണുള്ളത്. രണ്ട് കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്ന്, പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള സവിശേഷ കഴിവുണ്ട് അല്ലെ. അപ്പൊ ശാരീരികമായിട്ടും അവർക്ക് സ്ത്രീകളെക്കാൾ കഴിവ് കൂടുതലാണ്. അതുപോലെ കുടുംബത്തിന്റെ ചെലവ് നോക്കുന്നതിന്റെ ആദ്യ ബാധ്യതയും പുരുഷന്റെ മേലാണ് ഉള്ളത്. അതുപോലെ ഏതൊരു കാര്യം നല്ല രീതിയിൽ സ്മൂത്തായി നടക്കണമെങ്കിൽ നേതാവിനെ അനുസരിക്കുന്ന ആളുകളും അവിടെ ഉണ്ടാവണം അല്ലെ. അതുപോലെ തന്നെയാണ് കുടുംബത്തിലും. അതായത് പുരുഷന്റെ അഭാവത്തില് അവന്റെ സ്വത്തും വീടും അവളുടെ മാനമൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? സ്ത്രീക്ക് തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണം വശാല് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ അനുസരണക്കേടോ കാണിക്കുകയാണെങ്കിൽ അവരെ ഗുണദോഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി പുരുഷനുണ്ട്.
ചെറിയ രീതിയിൽ ശാസിക്കാം, കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കാം, അത്യാവശ്യമാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ശിക്ഷ നൽകാം അല്ലെ, അതും അത്യാവശ്യമാണെങ്കിൽ മാത്രം. കാരണം നമുക്ക് എല്ലാത്തിലും മാതൃക ആരാണ്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അദ്ദേഹം വളരെ ഒരു മാതൃകാ ഭർത്താവായിരുന്നു. വളരെ മാന്യതയോട് കൂടിയാണ് അല്ലെ അദ്ദേഹം തന്റെ ഭാര്യമാരോട് പെരുമാറിയത്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ തല്ലിയിട്ടില്ല അല്ലെ. അവരെ വേണ്ട സമയത്ത് അവരെ ഗുണദോഷിച്ചിട്ടുണ്ട്, ഉപദേശം നൽകിയിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ തല്ലിയിട്ടില്ല. അപ്പൊ അതിൽ തന്നെ വലിയൊരു മാതൃക നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. പിന്നെ ദാമ്പത്യ വിഷയം തന്നെ വീണ്ടും പറയാണ്, എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാവുകയാണെങ്കിൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ പരിഹരിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മധ്യസ്ഥന്മാരെ കൊണ്ടുവരണം അല്ലെ. സ്ത്രീയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പുരുഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരാൾ വന്നിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് നല്ല ഒത്തുതീർപ്പോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങൾ അള്ളാഹുവെ വഴിപ്പെടണം, അവനിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല. അതുപോലെ ഇന്ന ആളുകളോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. ആരോടൊക്കെ? ആദ്യം തന്നെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം അല്ലെ. ബന്ധുക്കൾ, അഗതികൾ, വഴിപോക്കർ, പാവങ്ങൾ, അയൽക്കാർ, അത് കുടുംബ ബന്ധത്തിൽപ്പെട്ട അയൽക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ കീഴിലുള്ള അടിമകൾ, എല്ലാവരോടും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഒന്നായിട്ട് ഉണർത്തുകയാണ്. അതുപോലെ ഒരിക്കലും പൊങ്ങച്ചമോ അഹങ്കാരോ ദുരഭിമാനോ ഒന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അല്ലെ. അത് വളരെ തെറ്റാണ്. ഇപ്പം ചില ആളുകള് അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. പൊങ്ങച്ചം കാണിക്കുന്നതും ദുരഭിമാനം കാണിക്കുന്നതും ഒന്നും റബ്ബിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ചില ആളുകൾ എന്താ ചെയ്യാ? പിശുക്കും കാണിക്കും, അതേപോലെ പൊങ്ങച്ചവും കാണിക്കും. പിശുക്ക് എവിടെ കാണിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കാൻ പറഞ്ഞിട്ടുള്ള മേഖലയിലൊക്കെ അവര് എന്ത് ചെയ്യും? വിഷയത്തിലൊക്കെ അവര് പിശുക്ക് കാണിക്കും അല്ലെ. അത് മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവർ ചെലവാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മുടക്കുക പോലും ചെയ്യും. നമുക്കറിയാലോ അല്ലെ. അത് ചെയ്യണ്ട, അത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അവര് മുടക്കും. ചെയ്യാൻ ഉദ്ദേശിച്ചവരെ പോലും അവര് മുടക്കും. അതേസമയത്ത് പൊങ്ങച്ച് കാണിക്കും. എവിടെ? സ്വയം ആളാവാൻ വേണ്ടി അല്ലെ. മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് വലിയ വില കൂടിയ വസ്ത്രങ്ങള്, കാറ്, പിന്നെ അങ്ങനെ അതുപോലെ സ്വയം പൊങ്ങച്ചം കാണിക്കുക എന്ന് പറയും. മറ്റുള്ള മുന്നിൽ ആളാവാൻ വേണ്ടി അവര് ശ്രമിക്കുക. അതിലൊരു ധാരാളമായിട്ട് പണം ചെലവഴിക്കുകയും ചെയ്യും. അപ്പം ഇതൊരിക്കലും സത്യവിശ്വാസികൾക്ക് ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ? അക്കൂട്ടർക്ക് അപമാനകരമായിട്ടുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും ദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനെ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം വരില്ല അല്ലെ. പിന്നെ അതുപോലെ ആരെങ്കിലും ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടും ഒരു അണു പോലും അനീതി കാണിക്കില്ല. നന്മയാണെങ്കിൽ അതെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാക്കി കൊടുക്കും അല്ലെ. അവരിൽ നിന്ന് അവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. ശേഷം 41-ാമത്തെ ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുപോയ ആയത്താണ് 41-ാമത്തെ ആയത്ത്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ അല്ലെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റുള്ളവരുടെ പാരായണം കേൾക്കാം അല്ലെ. സ്വഹാബിമാരെ കൊണ്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗങ്ങൾ പാരായണം ചെയ്യാൻ പറയുന്നു അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിരിക്കുകയായിരുന്നു. ഒരു തവണ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവര് സൂറത്ത് നിസാ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 41-ാമത്തെ ആയത്ത് അതിലെന്താ പറയുന്നത്? ഓരോ ഉമ്മത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരും. ഈ ഉമ്മത്തിലെ സാക്ഷിയായിട്ട് നിന്നെയും നാം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ഹസ്ബുക്ക് നിർത്തുന്നുള്ള രീതിയിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് അറിയാം ഓരോ ഉമ്മത്തിൽ നിന്ന് ഓരോ സാക്ഷിയും കൊണ്ടുവരും അല്ലെ. നമ്മുടെ ഈ ഉമ്മത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷിയായിട്ട് റബ്ബ് കൊണ്ടുവരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും അല്ലെ, ഈ സന്ദേശം നീ എത്തിച്ചു കൊടുത്തില്ലേ ചോദിക്കുമ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ? സൂറത്ത് ഫുർഖാൻ 30-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അല്ലെ, അല്ലാഹ് എന്റെ റബ്ബെ, ഞാൻ എന്റെ ഉമ്മത്തിന് സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരെന്താ ചെയ്തത്? ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ കൂട്ടയിൽ നിന്ന് രക്ഷിക്കട്ടെ, ആമീൻ. പിന്നെ അപ്പൊ അതാണ് 41-ാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം. പിന്നെ അതുപോലെ അടുത്ത വിഷയം അല്ലെ, സത്യവിശ്വാസികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്താൻ എന്താ പറയുന്നത്?
നിങ്ങൾ ഒരിക്കലും ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിൽ ബോധമില്ലാതെ നമസ്കാരത്തെ സമീപിക്കരുത്. കാരണം നമസ്കരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളും റബ്ബുമായിട്ടുള്ളൊരു സംസാരമാണ് അല്ലെ. അപ്പം അത് ബോധം വേണം. നമസ്കാരത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് നമുക്കൊരു ബോധം വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ലഹരി ബാധിതരായിട്ട് വരരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോടായിട്ട് പറയാണ്. ഇത് രണ്ടാമത്തെ ഘട്ട ലഹരി നിരോധിക്കുക അല്ലെ. ആദ്യം എന്താ ചോദിച്ചത്? ആദ്യം സഹാബികൾ സത്യവിശ്വാസികൾ ചോദിച്ചിരുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. എന്താ? സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാം, ചൂതാട്ടത്തെ കുറിച്ചും കളിനെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുമ്പോൾ പറയാ അത് വലിയ തെറ്റാണ്. ചിലപ്പോൾ ചെറിയ ചെറിയ ഗുണങ്ങൾ അതിൽ ഉണ്ടാവാം, പക്ഷെ ഉപദ്രവം നോക്കുമ്പോൾ ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് നല്ലതല്ലെന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഘട്ട നിരോധനമാണ്. അപ്പം ഇതും കൂടി കേട്ടപ്പം കുറേ സഹാബിമാർ എന്ത് കൂട്ടത്തോടെ അവര് കള്ളും ലഹരി എല്ലാം ഉപേക്ഷിച്ചിരുന്നു. പിന്നെ അതുപോലെ നമസ്കാരത്തിന് മുമ്പ് ശുദ്ധി വേണം അല്ലെ. ഒളുവിലായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പൊ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ വന്നാൽ എന്താ ചെയ്യേണ്ടത്? തൈമം ചെയ്യണം അല്ലെ. അതും കൂടി ആ വിഷയം കൂടി ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ അവരുടെ സ്വഭാവം അവരെ ആക്ഷേപിച്ചുകൊണ്ട് റബ്ബ് പറയാണ് അല്ലെ. അവരെന്താ ചെയ്യാറ്? സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ അടർത്തി വളച്ചൊടിക്കാൻ ശ്രമിക്കും അല്ലെ. റബ്ബ് എന്താണ് അവരോട് കൽപ്പിച്ചത് അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും അവര് കാര്യങ്ങൾ പറയാം. സെമിഅന വഅത്വഅന എന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞ? സെമിഅന വഅസൈന അല്ലെ. അതായത് നിങ്ങൾ കേൾക്കും അനുസരിക്കുന്ന പറയുമ്പോൾ അവർ നേരെ ഓപ്പോസിറ്റ് പറയും. എന്താ പറയാ? ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷെ അനുസരിക്കില്ല. അപ്പൊ അതേപോലെ പൂർണ്ണ എന്ന് പറയുമ്പോൾ അവർ റോയിന എന്ന് പറയും അല്ലെ. അതായത് എന്താണ് അവരോട് പറയാൻ കൽപ്പിച്ചിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അവർ പറയുള്ളൂ. നിങ്ങളോട് കേൾക്കണം എന്ന് പറഞ്ഞ് പതുക്കെ പറയും, കേൾക്കരുതിട്ടോന്ന്. അപ്പൊ ആ ഒരു സ്വഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അടുത്ത വിഷയമായിട്ട് പറഞ്ഞ ഷിർക്ക് അല്ലെ. ഷിർക്ക് വൻ പാപമാണ്, അള്ളാഹു പൊറുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അത് 2 തവണയായിട്ട് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഷിർക്ക് പൊറുക്കില്ല എന്നുള്ളത്. പിന്നെ വീണ്ടും വേദക്കാരുടെ വിഷയം തന്നെ വീണ്ടും പറയാണ്. അതായത് അവര് ഈ മാരണം കൂടോത്രം അതിന്റെ പിന്നാലേക്ക് പോകുന്ന ആളുകളാണ്. യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും ഇതിന്റെ പിന്നാലെ പോകില്ല. ചില സമയത്ത് മുശ്രിക്കീങ്ങള് ജൂത ക്രിസ്ത്യൻസിനോട് ചോദിക്കുകയായിരുന്നു, ഞങ്ങളുടെ മതമാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമാണോ നല്ലതെന്ന്. അപ്പൊ അവരെന്താ പറയാ? നിങ്ങളുടെ മതം തന്നെയാണ് നല്ലത്. എന്താണ്? അവര് വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെ. അവർക്ക് മുസ്ലിങ്ങളോട് അല്ലെ വളരെയധികം അസൂയ അവര് പുലർത്തിയിരുന്നു ജൂത ക്രിസ്ത്യൻസ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോട് കൂടി അവരുടെ ഒരു ആധിപത്യം അത് നഷ്ടപ്പെടുകയാണ് അല്ലെ. മദീനയിലെ ആ ഒരു ഭരണാധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ അവർക്ക് പൊതുവെ മുസ്ലിങ്ങളോടൊക്കെ അസൂയ ഉള്ളവരാണ്. അപ്പൊ അവരെന്താ ചെയ്യണ? മാക്സിമം കിട്ടുന്ന സമയത്തൊക്കെ അവരെ കളിയാക്കാനും അവരെ കളിയാക്കാൻ ശ്രമിക്കും അല്ലെ. അതുപോലെ അവരെ നശിച്ചു കാണാൻ അവര് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദവും അതേപോലെ ജ്ഞാനവും നൽകിയിട്ടുണ്ടല്ലോ, അധികാരവും നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ അസൂയപ്പെടുകയാണെന്നൊരു ആക്ഷേപ ചോദ്യം കൂടി അവരോട് ചോദിക്കുന്നുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർക്കുള്ള ഒരു ശിക്ഷയായിട്ട് പറയുന്നുണ്ട്. എന്താ പറയണത്? അവരുടെ തൊലികൾ അല്ലെ വെന്ത് ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം പുതിയ തൊലികൾ അവരുടെ ശരീരത്തിൽ വന്ന് എന്താ പറയാ വീണ്ടും ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടി അത് അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ഒരു റീസൺ കൂടി റബ്ബ് പറയുന്നുണ്ട്. ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി അല്ലെ. റബ്ബ് എല്ലാവരെയും കാക്കട്ടെ. ആമീൻ. പിന്നെ ശേഷം സത്യവിശ്വാസികൾക്കുള്ള ഒരു സമാധാനമായിട്ട് അല്ലെ, അവർക്ക് സന്തോഷ വാർത്തയായിട്ട് അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികളുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി പറയുന്നുണ്ട്. പിന്നീട് വരുന്ന വിഷയം അമാനത്തുകളെ സംബന്ധിച്ചാണ്. അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആരെങ്കിലും നിങ്ങളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഭരണ ചുമതല അത് അർഹരായിട്ടുള്ളവർ മാത്രമേ നൽകാവൂ. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അല്ലെ അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ നമ്മള് വോട്ട് കൊടുക്കാവൂ. പിന്നെ ശേഷം ഭരണാധികൾ നീതിപൂർവം ഭരിക്കുകയും വേണം അല്ലെ. അവർ നീതിപൂർവം ഭരിക്കുക കൂടി വേണം. സത്യവിശ്വാസികളായിട്ട് അനുസരണത്തിന്റെ 3 ലെവലുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് അവന്റെ ദൂതനെ അനുസരിക്കണം. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. അത് സാഹചര്യം അനുസരിച്ച് മാറും അല്ലെ. കുടുംബത്തിലാണെങ്കിൽ ഒന്നെങ്കിൽ ഉപ്പ, ഭർത്താവ്, അങ്ങനെ പോകും. ഇനി വല്ല സ്ഥാപനത്തിലാണെങ്കിലോ മേലാധികാരികളെ അവിടുത്തെ ബോസ്. ഇനി നമ്മള് നാട്ടിലാണെങ്കിൽ നാട്ടിലെ ഭരണാധികാരി,
അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യകർത്താക്കളുടെ വിഷയത്തിലും വ്യത്യാസം വരും അല്ലെ. അപ്പം സത്യവിശ്വാസികളോട് അനുസരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത് ആദ്യം അള്ളാഹുലെ അനുസരിക്കണം, അവന്റെ ദൂതനിലെയും നിങ്ങൾ അനുസരിക്കണം, ദൂതനെയും പിന്നെന്താ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് വേണ്ടത്? അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും മടങ്ങുക അല്ലെ. അതായത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലെ, അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും നിങ്ങൾ മടങ്ങണം. വിധി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാകുന്നു. ചില ആളുകള് എന്ത് ചെയ്യും, നാട്ടിൽ കുഴപ്പമുണ്ടാക്കില്ല, എന്നിട്ട് പറയും ഞങ്ങള് നന്മയാണല്ലോ ചെയ്തത് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ റബ്ബിനറിയാം ആരാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവര് നിങ്ങൾ കരുതിയിരിക്കണം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് പ്രവാചകന്മാരെ അനുസരിക്കേണ്ട കാര്യത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. പ്രവാചകന്മാരെ നിങ്ങൾ എല്ലാവരും അനുസരിക്കണം അല്ലെ. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നാല് നിന്നെ വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനുകളെ അല്ല എന്നാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനുകളെ അല്ല എന്നാണ് റബ്ബ് പറയുന്നത്. ഇനി ഒരു കാര്യത്തിൽ വിധി പറഞ്ഞിട്ട് നീ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞ് ഇത് പോരാ, വേറെ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ അതിൽ തൃപ്തി കാണിക്കാതിരിക്കുകയും ചെയ്യരുത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അതാണ് അല്ലെ അവസാനത്തെ വിധി. അപ്പൊ അതിന് നമ്മൾ അതൃപ്തി കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു വിധി അന്വേഷിക്കരുത് അല്ലെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അതേപോലെ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇനി വരുന്നുണ്ട്. അതായത് ചില ആളുകൾ റിസ്ക് എടുക്കൂല അല്ലെ, അവരിങ്ങനെ പതുക്കെ സേഫ് സോണിൽ ഇങ്ങനെ നിൽക്കും. അതായത് എന്തെങ്കിലും ഒരു അള്ളാഹിന്റെ മാർഗത്തില് സമരം ചെയ്യാനോ യുദ്ധത്തിന്റെ പ്രഖ്യാപനോ വരുന്ന അവരെന്താ ചെയ്യാ, പതുക്കെ അവര് പിന്നിട്ട് ബാക്കിലേക്ക് വലിയും അല്ലെ. എന്നിട്ട് വിശ്വാസികൾ പോയിട്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും യാത്രയിലോ യുദ്ധത്തിലോ എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ പറയാം അള്ളാഹ് നമ്മളെ കാത്തു, നമുക്ക് അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ നമുക്കും ആ ഒരു അപകടം പറ്റിയേനെ എന്ന രീതിയിൽ അവർ പറയും. അതേസമയത്ത് അവർക്ക് എന്തെങ്കിലും വിശ്വാസികൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടണം എന്താ പറയാ, അപ്പൊ നേരെ പ്ലേറ്റ് മാറ്റില്ല. അപ്പൊ എന്താ പറയാ അറിയോ, ഞങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഗുണം കിട്ടുമായിരുന്നു എന്ന രീതിയിൽ അവർ പറയും. പിന്നെ റബ്ബ് അടുത്ത വിഷയം, നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ പടപൊരുതുന്നില്ല എന്നാണ് ചോദിക്കുന്നത്, യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയാണെന്നും റബ്ബ് പറയുന്നുണ്ട്. മർദ്ദിതർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്നുള്ളത്. അവര് നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞങ്ങളെ റബ്ബെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങളെ ഒരു രക്ഷകനായിട്ട് ഞങ്ങൾ ഒരാളെ തരണേ എന്നൊക്കെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ വിളി നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പോരാടുന്നില്ല എന്നാണ് റബ്ബ് സത്യവിശ്വാസികളോട് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം മക്ക കാലഘട്ടത്തിൽ ആദ്യത്തെ കാലഘട്ടങ്ങളൊന്നും യുദ്ധത്തിന്റെ ഒരു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അവരോട് ക്ഷമിക്കാനും അല്ലെ അതുപോലെ നമസ്കരിക്കാനും ഒക്കെ ആയിരുന്നു അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 10-13 വർഷങ്ങൾക്ക് ശേഷമാണ് യുദ്ധത്തിന്റെ അനുമതി അവർക്ക് ലഭിക്കുന്നത് അല്ലെ. പക്ഷെ ആ മുമ്പത്തെ കാലഘട്ടത്തില് ഈ പലരും ചോദിക്കാറുണ്ടായിരുന്നു, എന്താ ഞങ്ങൾക്ക് അനുമതി നൽകൂ, ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ, ഞങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ യുദ്ധത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോഴോ പലരും ബാക്ക് അടിക്കുകയാണ് അല്ലെ, പിന്നോട്ടടിക്കുകയാണ്. ഇപ്പോഴെന്തിനാ ഇങ്ങനൊരു യുദ്ധം വേണ്ട എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അതാ ആ പറയുന്നതും അവരെ മനസ്സിലതൊക്കെ റബ്ബിനെ അറിയാം അല്ലെ. അപ്പൊ അവരോട് റബ്ബ് പറയാണ്, ഐഹിക ജീവിതം എന്ന് പറഞ്ഞത് നിസ്സാരമാണ്. നിങ്ങൾ എത്ര കെട്ടിപ്പൊക്കി ഒരു കോട്ട ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഇരുന്ന് സേഫ് ആണെന്ന് കരുതി ഇരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്നും കൂടി അവരോട് പറയാണ്. പിന്നെ ഇനി ചില ആളുകളുണ്ട്, അവരെന്താ പറയാ, നന്മ വന്നാ പറയും അത് അള്ളാഹുവിൽ നിന്നാന്ന് പറയും. എന്തെങ്കിലും തിന്മ വന്നു പോയാൽ എന്താ പറയാ, മുഹമ്മദേ നിന്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും പറയും അല്ലെ. അപ്പൊ അള്ളാഹ് എന്താ അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നത്, ഈ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്തായാലും അത് റബ്ബ് വരുത്തുന്ന അല്ലെ, റബ്ബിൽ നിന്നാണ് സംഭവിക്കുന്നത്. പിന്നെ അപ്പം നന്മ വരുമ്പോൾ അത് എന്റെ കാര്യം കൊണ്ടാണ്, പിന്നെ തിന്മ വരുമ്പോൾ മറ്റുള്ളവരെ പഴിചേരുന്ന ഒരു അവസ്ഥ വേണ്ട അല്ലെ. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കളുടെ വിഷയത്തിലൊക്കെ ചിലപ്പോൾ അല്ലെ ചില സമയത്ത് പിതാക്കൾ അവർക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ നല്ല മാർക്ക് വരുമ്പോൾ പറയാം അതെന്റെ മോളാന്ന് പറയും. അതേസമയത്ത് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച എന്നാ പറയാ നിന്റെ കുട്ടിയുടെ നീ വളർത്തിയതിന്റെ ഗുണാന്നും പറയല്ലേ. അങ്ങനെ ചിലര് പറയായിരുന്നു. ഒരു ഉദാഹരണ രീതിയിൽ പറയാണ്. പിന്നെ അടുത്തത്
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ അല്ലെ അള്ളാഹിനെ അനുസരിക്കുക തന്നെയാണ്. രണ്ടും ഈക്വൽ ആണ് അല്ലെ. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അല്ലാതെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടില്ല അല്ലെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആണെന്നും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹിന്റെ ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ അനുസരിക്കുക, രണ്ടും തുല്യമാണ്. പിന്നെ അതുപോലെ ചില ആളുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരും, എന്നിട്ട് അനുസരണയുള്ളവരായിട്ട് ഭാവിച്ചുകൊണ്ട് വരും, പക്ഷെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായിട്ടും റബ്ബ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ റബ്ബ് അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണർത്തി കൊടുക്കുന്നുണ്ട്, അവരെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. അടുത്ത വിഷയമായിട്ട് പറയുന്നത് ഖുർആനിന്റെ ഒരു ദൈവികത അല്ലെ, അത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ഖുർആൻ ശരിക്കും വായിച്ച് പഠിക്കുന്നില്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ല ഇത് വന്നിട്ടുള്ളതെങ്കിൽ അതിൽ ഒരുപാട് അബദ്ധങ്ങളെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പം ഇത് റബ്ബിന്റെ കലാമാണ്, റബ്ബിന്റെ അടുത്ത് നിന്ന് വന്നതാണ്, അല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ വാക്കോ ഒന്നും അല്ല അല്ലെ. പിന്നെ അതുപോലെ വേറൊരു വിഷയം പറയുന്നത്, ഒരു നല്ല കാര്യം നമ്മൾ ഒരാൾക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ അത് ഫോളോ ചെയ്യാൻ കുറെ പേരുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് ആ നല്ല കാര്യം കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും അല്ലെ. അതേപോലെ ചീത്തകാര്യം ഒരാൾ മാതൃകയാക്കി കാണിച്ചു കൊടുത്ത് ആ ഒരു കാര്യം ചെയ്യാൻ കുറെ പേരുണ്ടെങ്കിൽ അവർ ചെയ്ത ശിക്ഷയുടെ ഒരു പങ്കും അത് കാണിച്ചു കൊടുത്ത ചീത്തകാര്യം കാണിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കുന്നതാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയമാണ്, അതായത് ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ മുമ്പും പിൻപും ഒന്നും നമ്മള് ചിന്തിക്കാതെ ഒരു വാർത്ത കിട്ടിയ ഉടനെ അത് കൊട്ടി ആഘോഷിച്ചില്ലേ, അത് സ്പ്രെഡ് ആക്കാൻ പാടില്ല. അതിലെ സത്യാവസ്ഥ നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമേ അതൊരു കാര്യം അല്ലെ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ എന്നാണ് സത്യവിശ്വാസികളായിട്ട് റബ്ബ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം, അപ്പൊ അഭിവാദ്യം ചെയ്താൽ അത് തിരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ മറുപടി പറയണം അല്ലെ. നമുക്കറിയാം അസ്സലാമു അലൈക്കും നമ്മളോട് ഒരാൾ പറയാൻ നമ്മൾ എന്താ പറയേണ്ടത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഓരോ ഇതിനും 10 പ്രതിഫലം കൂട്ടി വരും, നമുക്കറിയാലോ. പിന്നെ പറയുന്നത് കപട വിശ്വാസികളെ കുറിച്ചാണ്. അത് അവര് സത്യവിശ്വാസികളായിട്ടുള്ള ആള് അല്ലെ, അവര് ഹിജ്റ പോയ സമയത്ത് മക്കയിൽ തന്നെ നിന്നിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര് സ്വന്തം വീടും നാടും വിട്ടു പോകാൻ മടിച്ചിട്ട് തന്നെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്താ നിലപാടെടുക്കേണ്ടതെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ചിലപ്പം കാരണം ഉണ്ടോ കേട്ടോ, കാരണം കൂടാതെ മക്ക വിടാത്ത ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തരക്കാർ നിങ്ങളുടെ കൂടെ വന്നാൽ ശ്രദ്ധിക്കണം, അവർ ചാരന്മാരായിരിക്കും എന്നാണ് റബ്ബ് പറയുന്നത്. വേണ്ടി വന്നാൽ അവർക്ക് വധശിക്ഷ വരെ നൽകാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത്തരം ആളുകൾ, അവസരവാദികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ഒരു ആൾക്കാർ, കുറച്ച് ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു കാരണം കൂടാതെ ഹിജ്റ പോയ സമയത്തൊക്കെ മക്കയിൽ തങ്ങി നിന്ന ആളുകൾക്കെതിരെയാണ് റബ്ബ് ഇത് പറയുന്നത്. അതുപോലെ അടുത്ത വിഷയം പറഞ്ഞത്, ഒരു നിരപരാധിയെ വധിക്കുക എന്നത് ഗുരുതരമായ ഒരു ശിക്ഷയാണ്. ഒരു നിരപരാധിയെ വധിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ശിക്ഷയാണ്. പിന്നെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ, അറിയാണ്ട് അല്ലെ, അബദ്ധത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയാൽ പ്രായശ്ചിത്തമായിട്ട് ഒരു അടിമയെ മോചിപ്പിക്കണം. അതുപോലെ കൊല്ലപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം അല്ലെ, അവര് പറയുന്ന ആ ഒരു നഷ്ടപരിഹാരം കൊടുക്കുക തന്നെ വേണം. ഇനി മനഃപൂർവ്വമാണ് അത് ചെയ്തെങ്കിൽ അയാളൊരു കൊലപാതകിയാണ് അല്ലെ, അവർക്ക് നരകശിക്ഷയാണ് ഉള്ളതെന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനിയുള്ള വിഷയം സത്യവിശ്വാസികളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല അല്ലെ, ഒരാളെയും വിലയിരുത്താൻ പാടില്ല. അവരുടെ വിശ്വാസം, ഉള്ളിലുള്ള വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് സത്യവിശ്വാസികൾ എല്ലാവരോടുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് യുദ്ധത്തിന്റെ സമയത്ത് തന്നെ അല്ലെ, ചില സമയത്ത് ചിലപ്പോൾ ശത്രുക്കൾക്കിടയിൽ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം ഉള്ളിലുള്ള ആളുകൾ ഉണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിയാനേ വേണം. അതിലൊരു സംഭവം പറയുന്നുണ്ട്, 2 സംഭവം പറയുന്നുണ്ട്. ഒരു സംഭവം പറയാം. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ട ഒരു സൈന്യം ഒരിക്കൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ശത്രുക്കളിൽപ്പെട്ട ഒരാള് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പെടുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹം ഷഹാദത്ത് ചൊല്ലും. ഉടനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവരെ കൊലപ്പെടുത്തുക ചെയ്തത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്താ വിചാരിച്ചത്? വാളിന്റെ അല്ലെ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സമയത്ത് മരണം ഭയപ്പെട്ടിട്ടാണ് അവര് ഷഹാദത്ത് ചൊല്ലുന്നതെന്ന് കരുതിയിട്ടാണ് കൊല ചെയ്തത്. പക്ഷേ ഇത് അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണക്കറ്റ് ആക്ഷേപിക്കുന്നുണ്ട്. നാളെ വിചാരണ ദിവസം അല്ലെ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്കെതിരെ വന്ന നീ എന്ത് ചെയ്യാ അല്ലെ. അപ്പം നമുക്കൊരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് പോലും അല്ലെ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും സഹാബാക്കളോട് ഈ ഒരു നിലപാടാണ് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരാളെ വിലയിരുത്താൻ പാടില്ല, പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ കാര്യത്തില്. പിന്നെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ സമരം ചെയ്യാൻ പോകുന്ന ആളുകള് അത് കാരണങ്ങളൊന്നും ഇല്ലാതെ അല്ലെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലെയല്ല, അവർക്ക് ദറജയുണ്ട്, അവർക്ക് സവിശേഷതകളും ഉണ്ട്. ആർക്ക്? യുദ്ധം ചെയ്യാൻ പോയവർക്ക്. അതേ സമയത്ത് യുദ്ധം ചെയ്യാതെ വീട്ടിൽ ഒരു കാരണവും ഇല്ലാതെ വീട്ടിലിരുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ഒരു ദറജയില്ല, ഒരു സവിശേഷതയില്ല. അതുപോലെ സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകൾ മരിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അവര് പറയും, ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. പിന്നെ പക്ഷെ അവര് കള്ളാണ് പറയുന്നത് അല്ലെ. അപ്പൊ മലക്കുകൾ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭൂമി വിശാലമല്ലായിരുന്നോ? നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ എന്ന രീതിയിൽ അവരോട് ചോദിക്കും. അപ്പൊ അവര് കള്ളം പറയുന്നേ അല്ലെ. അവർക്ക് അങ്ങനത്തെ ആളുകൾക്ക് നരകശിക്ഷയാന്നും കൂടി പറയുന്നുണ്ട്. ഇനി ഒരു നാട്ടില് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളതെങ്കിൽ അവരോട് അഭയാർത്ഥികളായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന വഴിയിൽ ഇനി അഥവാ അവര് മരണപ്പെടുകയാണെങ്കിൽ പോലും റബ്ബിന്റെ അടുക്കൽ അവർക്ക് എന്താ വമ്പിച്ച പ്രതിഫലം ഉണ്ട് അല്ലെ. പിന്നെ 104, 105 ആയത്തില് വീണ്ടും ഒരു ചരിത്ര സംഭവം ഉണർത്തുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് റബ്ബ് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ റബ്ബ് അത് തിരുത്തി കൊടുക്കുകയായിരുന്നു. സൂറത്ത് അബസയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് മദീനയിൽ നടന്ന ഒരു സംഭവമാണ്. ബനു ഗഫ്ർ ഗോത്രത്തിൽപ്പെട്ട അൻസാരി ഗോത്രത്തിൽപ്പെട്ട ത്വാമത്ത് പറഞ്ഞ ഒരാളുടെ പടയെങ്കി മോഷ്ടിച്ചു. മോഷണം പോയ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. ഇന്ന ത്വാമത്ത് എന്നൊരാളിൽ എനിക്ക് സംശയമുണ്ട്, എന്റെ പടയെങ്കി മോഷണം പോയിട്ടുണ്ടെന്നുള്ളത്. ഇതറിഞ്ഞ ത്വാമത്ത് എന്ത് ചെയ്തു? ഒരു ജൂതന്റെ വീട്ടിൽ പോയിട്ട് പടയെങ്കി വെച്ചിട്ട് പറയും, ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചതാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ. എന്നിട്ട് പതുക്കെ പോയിട്ട് അപ്പൊ കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യായം ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തില് ജൂതനെ പിടിക്കും. ജൂതനാണ് മോഷ്ടിച്ചെന്ന രീതിയിൽ വിധി പ്രഖ്യാപിക്കും. അപ്പൊ ഇവരെന്താ പറയുക? ഇവര് മുസ്ലിങ്ങളാണ് അല്ലെ, ജൂതനാണ് കട്ടത്, ജൂതന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയെന്നുള്ള രീതിയിൽ ജൂതനിൽ കുറ്റം ആരോപിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറയണേ, ഒരിക്കലും ഇത് വഞ്ചന ചെയ്ത ആളുകൾക്കെതിരെ നീ വാദിക്കരുത്. പിന്നെ അത് തെറ്റാന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഇത് അല്ലെ പ്രതിഭാഗത്തുള്ളത് ജൂതനോ വേറെ ആരും ആയിക്കോട്ടെ, അമുസ്ലിങ്ങൾ പെട്ട ആരായിക്കോട്ടെ, ആരുടെ ഭാഗത്ത് ശരിയെന്ന് അവർക്ക് അനുകൂലമായിട്ടായിരിക്കണം നീ വിധിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. വീണ്ടും ഷിർക്ക് കൊടിയ പാപമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നുണ്ട്. അതേപോലെ പിശാചിന്റെ തന്ത്രങ്ങൾ പിശാചിന്റെ പ്രതിജ്ഞകൾ, അതായത് എന്താ പിശാച് പറയുന്ന 3 പ്രതിജ്ഞകള്: ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും, വ്യാമോഹങ്ങളിൽ അടിമപ്പെടുത്തും, അതുപോലെ ഞാൻ പറയുന്നതനുസരിച്ച് കന്നുകാലികളുടെ കാത് കീറും അവരുടെ പ്രകൃതികൾ മാറ്റും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖലീലുള്ള അള്ളാഹിന്റെ ഉറ്റമിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ സ്ത്രീകളോടുള്ള വീണ്ടും കുടുംബ ബന്ധത്തിലേക്ക് തന്നെ വരികയാണ്. പുരുഷന്മാരോട് പറയാണ്, നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകണം. ഇനി അഥവാ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കണം, ഒത്തുതീർപ്പാക്കി കൊടുക്കണം. ഇനി അധിക ഭാര്യമാരുള്ള ആളുകളാണെങ്കിൽ ഭാര്യമാർക്കിടയിൽ ഒരു നീതി പാലിക്കണം. പൂർണ്ണ നീതി പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്താ ചെയ്യേണ്ടത്? ഒരാളിലേക്ക് പൂർണ്ണമായിട്ട് ചാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അതിലൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട് 9 പേരോടും ഭാര്യമാരോടും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം
പെരുമാറിയിരുന്നത് അല്ലെ. ഒരാളോടും ഒരു അന്യായം പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു. ഒരാൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു പരാതി ഉണ്ടായിരുന്നിട്ടില്ല അല്ലെ. പിന്നെ അതുപോലെ ഒരാൾ ഇഹലോക പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റബ്ബിന്റെ അടുത്താണ് ഇഹലോകത്തെ അതുപോലെ പരലോകത്തെയും പ്രതിഫലമുള്ളത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ സത്യവിശ്വാസികളായിട്ട് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായിട്ട് നീതി നിലനിർത്തുന്നവരായിരിക്കണം. പിന്നെ അതുപോലെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കേണ്ട കാര്യം അല്ലെ സത്യവിശ്വാസികളോട്, അത് അള്ളാഹിലും അവന്റെ ദൂതന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും അതിൽ മുൻകാല വേദഗ്രന്ഥങ്ങളിലെല്ലാം വിശ്വസിക്കേണ്ടത് അവരുടെ ബാധ്യതയാണെന്ന് പറയുന്നു. ശേഷം വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ. വീണ്ടും വിശ്വസിക്കുക, വീണ്ടും അവിശ്വസിക്കുക, അങ്ങനെ കളിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരിക്കലും റബ്ബ് പുറത്തു കൊടുക്കുകയില്ല, അവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ കപട വിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്നും കൂടി അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. കപട വിശ്വാസികളുടെ സ്ഥാനമൊക്കെ അറിയാലോ അല്ലെ, നരകത്തിന് ഏറ്റവും അടിത്തട്ടിലായിരിക്കും അവരുടെ ഒരു സ്ഥാനം. അപ്പൊ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വീണ്ടും കപട വിശ്വാസികളുടെ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒരിക്കലും സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ ഉറ്റമിത്രമാക്കരുത് എന്നും കൂടി ഒരു താക്കീത് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ നിഷേധിക്കുന്നവരിലും അതേപോലെ കളിയാക്കുന്നവരുടെയും കൂടെ ആ ഒരു വർത്തമാനം എല്ലാം കേൾക്കുകയാണെങ്കിൽ അവിടെ നിൽക്കരുത് അല്ലെ. അവര് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നവരെ നിങ്ങൾ അവരുടെ കൂടെ ചേരരുത് എന്നുള്ള രീതിയിലൊരു താക്കീതും കൂടി പറയുന്നുണ്ട്. പിന്നെ കപട വിശ്വാസികളുടെ കാര്യം അല്ലെ, അവര് നിങ്ങൾക്ക് ഒരു അള്ളാഹുവിൽ നിന്നൊരു വിജയം കൈവന്ന അവർ പറയാൻ എന്താ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന്. പക്ഷെ ഇനി അവർക്കാണ് എന്ത് നേട്ടം വന്നാൽ പറയും, നിങ്ങളുടെ മേൽ ഞങ്ങൾ വിജയസാധ്യത നേടിയിട്ടും വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലേ എന്ന്. അപ്പൊ ആ ഒരു രണ്ട് സ്വഭാവം അല്ലെ, ആ ഒരു ഡ്യുവൽ നേച്ചർ തന്നെയാണല്ലോ കപട വിശ്വാസികൾക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ കപട വിശ്വാസികൾ അല്ലെ, അവര് അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. പിന്നെ അവര് നമസ്കാരത്തിന് വിഷയം വരികയാണ്. നമസ്കാരത്തിന് വിഷയം വന്നാൽ അവരെന്താ ചെയ്യാ, നമസ്കാരത്തിൽ നിന്നാല് ഉദാസീനനായിക്കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ. പിന്നെ ഈ കക്ഷിയിലോ ആ കക്ഷിയിലോ ചേരാതെ അതിനിടയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നവരാണ് അവര്. പിന്നെ വല്ലവനെയും അള്ളാഹു വഴി പിഴപ്പിച്ചാൽ അവന് പിന്നെ ഒരു മാർഗവും നീ കണ്ടെത്തുകയില്ല എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ വീണ്ടും വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസ്തരല്ലാതെ നിഷേധിച്ചവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അള്ളാഹുവിന് നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്നും കൂടി ചോദിക്കുന്നുണ്ട്. പിന്നെ അതായി പറഞ്ഞ പോലെ കപട വിശ്വാസികളുടെ സ്ഥാനം അല്ലെ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു, അവർക്കൊരു സഹായം നീ കണ്ടെത്താനാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും നിലപാട് നന്നാക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കും, അവർക്ക് മഹത്തായ പ്രതിഫലവും നൽകുന്നതാണ്. അവസാനമായിട്ട് 147 ആയത്തിലല്ലേ നമുക്കൊരു ആശ്വാസ സൂചനയായിട്ടും സങ്കടം വരുന്നതായിട്ടുള്ള ഒരു ആയത്താണല്ലേ, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമ. നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചിരുന്ന അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്, അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. അപ്പം ഈ ഒരു ജുസ് അല്ലെ 5-ാമത്തെ ജുസിന്റെ ഒരു ചെറിയൊരു സമ്മറി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മനസ്സിലായെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.